കെ വി സുമേഷ്, ധാരാളം വിഷയങ്ങൾ വരാനുണ്ട്. കാരണം ഈ നിയമസഭാ സമ്മേളനം വളരെ ക്രൂഷ്യലാണ്. കഴിഞ്ഞ ഒരു മാസം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തെ ഉഴുതുമറിച്ചിട്ടുള്ള ധാരാളം വിഷയങ്ങളുണ്ട്. തൃശൂർ പൂരം എങ്ങനെയാണ് കലങ്ങിയത്, അതുപോലെ എന്താണ് ADGP അജിത് കുമാർ ലോ ആൻഡ് ഓർഡറിൽ ഇരുന്ന് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ, എന്തൊക്കെയാണ് പൊരുൾ, എന്തൊക്കെയാണ് പതിര്, ഇതൊക്കെ സമൂഹം അറിയേണ്ടതുണ്ട്. ചോദ്യങ്ങളായി വരും, സ്വാഭാവികമായും ചർച്ചകളാവും. ഇതൊക്കെ വളരെ തുറന്ന് ആർജവത്തോടുകൂടി ചർച്ച ചെയ്യാനുള്ള ധൈര്യം ഭരണപക്ഷത്തിനുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വരുന്ന ദിവസങ്ങൾ തെളിയിക്കാൻ പോകുന്നത്. എല്ലാ ദിവസവും ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അഭിലാഷേ. അതിൽ ഞങ്ങൾക്ക് LDF-നോ CPM-നോ ഗവൺമെന്റിനോ കേരളത്തിൽ ഉയർന്നു വരുന്ന ഏതെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിന് ഒരു മടിയില്ല. ഞങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ബഹുമാനനായ ശ്രീ ശ്രീകുമാർ പറഞ്ഞ പോലെയല്ല, ഇന്ന് പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട് തുടക്കം മുതൽ പ്രകോപനം ഉണ്ടാക്കുക, സ്പീക്കറെ ആക്ഷേപിക്കുക, സ്പീക്കറും സഭയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ബാനർ കൊണ്ട് മറയ്ക്കുക, പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കി. ഇത് ശരിയാണോ എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം ആലോചിക്കേണ്ട കാര്യം. ഇന്ന് മുഖ്യമന്ത്രി ശ്രീ അഭിലാഷും ജേക്കബ് സാർ ഇവിടെ പറഞ്ഞു ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താ മുഖ്യമന്ത്രി ഈ വിഷയം റൂൾ 50 അനുസരിച്ച് സ്പീക്കർ ഈ വിഷയം പറഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഏറ്റവും ശക്തമായി പറഞ്ഞ ഭാര്യ ഒരുപാട് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കുന്ന നിലയിലാണ് ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടത്. ഇത് അടിയന്തരമായും സഭ ചർച്ച ചെയ്യണം എന്ന കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് ഭരണപക്ഷം നിലപാട്, ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കുമ്പോൾ ഇത് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് ആർജവത്തോടെ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം സ്പീക്കറുടെ പോഡിയത്തിലേക്ക് സ്പീക്കറെ അതിക്രമിക്കാൻ വേണ്ടി ആളെ വിടുന്നതാണോ ജനാധിപത്യ മര്യാദ? ആ മര്യാദയാണോ പ്രതിപക്ഷം സ്വീകരിക്കേണ്ടത്? കേരളത്തിൽ ഉയർന്നു വന്ന ഒരു വിഷയത്തോടും CPIM-ന് ഇവിടെ ലോക്സഭാ ഇലക്ഷൻ ശേഷം, ഞാൻ അധികം സമയം എടുക്കുന്നില്ല, ഇലക്ഷന് ശേഷം രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു പുതിയ സാഹചര്യമുണ്ട്. ആ പുതിയ സാഹചര്യത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, SDPI ഉണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങളെ CPM-ന്ന് LDF-ന്ന് അകറ്റുക, ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. ഈ സ്ട്രാറ്റജിയാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് അൻവർ ഒരു സുപ്രഭാതത്തിൽ ആക്ഷേപമുണ്ടായി പോയ ഒരാളൊന്നുമല്ല. ഞങ്ങളിപ്പോൾ എല്ലാ കാര്യവും പറയുന്നില്ല. അൻവറിന് പിന്നിൽ വലിയ ശക്തികളുണ്ട്, കോടിക്കണക്കിന് രൂപയുണ്ട്. ഒരു പുതിയ പാർട്ടി ഒരാഴ്ച കൊണ്ട് തെറ്റിപ്പിരിഞ്ഞാൾ രൂപീകരിക്കുക. വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. കേരള രാഷ്ട്രീയം ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും ആക്ഷേപിച്ച് LDF-നെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ LDF പരാജയപ്പെട്ടു, വലിയ ധനയായി. പക്ഷെ നിയമസഭാ ഇലക്ഷനിൽ, പഞ്ചായത്ത് ഇലക്ഷനിൽ LDF ജയിച്ചു. ഇത് ആവർത്തിക്കാൻ പാടില്ല. ജനങ്ങൾക്കിടയിൽ LDF-നെ, മുഖ്യമന്ത്രിയെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി UDF-ഉം അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചില സംഘടനകളും ചേർന്ന് കേരളത്തിൽ ആസൂത്രണം ചെയ്യുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായി BJP, ബഹുമാനപ്പെട്ട അനിയേട്ടൻ ഇവിടെ സംസാരിക്കും പറഞ്ഞു, BJP സ്വീകരിച്ച ഏത് നിലപാടിനോടാ ഞങ്ങൾക്ക് ഒരു യോജിപ്പുമില്ല. സംഘപരിവാർ EMS-ന്റെ ഗവൺമെന്റിന്റെ കാലത്താണ് മലപ്പുറം ഉണ്ടാകുന്നത്. ജേക്കബ് സാറിന് അറിയായിരിക്കും. അന്ന് MP ഗംഗാധരനും ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ച നിലപാടെന്താ? അന്ന് അതിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ റാവൽപിണ്ടിയിലേക്ക് ചൈനയുമായി ബന്ധപ്പെടുത്തി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ ആക്ഷേപിക്കാനാണ് ശ്രമിച്ചത്. മലപ്പുറം ജില്ല രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്ത ഗവൺമെന്റ്, EMS-ന്റെ ഗവൺമെന്റ്, പാർട്ടിയുടെ പേര് CPIM. ഞങ്ങളെ മലപ്പുറത്തുകാരെ എതിരായി ചിത്രീകരിക്കാൻ പുറപ്പെട്ട മലപ്പുറംകാർ സമ്മതിക്കുമോ? അപ്പൊ ഇതിനെല്ലാം പിന്നിൽ ഒരു രഹസ്യ അജണ്ട രൂപപ്പെടുത്തിയെടുക്കുകയാണ്. ഞങ്ങൾക്കിത് കേരളത്തിലെ ജനങ്ങളോട് ചർച്ച ചെയ്യുന്നതിന് ഒരു വിഷയമില്ല. ശ്രീ അഭിലാഷെ, അടുത്ത ദിവസം ഏത് വിഷയം ഉന്നയിച്ചാലും ഞങ്ങൾ സുതാര്യമായി, സത്യസന്ധമായി CPIM എന്ന നിലയിൽ, LDF എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങളോട് വസ്തുതാപരമായി കാര്യം അന്വേഷിക്കും. ഒറ്റ കാര്യം, കേരളത്തില് ജേക്കബ് സാറിന് അറിയാലോ, പിണറായി വിജയനെ എന്നേക്കാൾ കൂടുതൽ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനമായിരിക്കുമല്ലോ. ഏതെങ്കിലും PR ഏജൻസിയുടെ ചെലവിലാണോ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ വളർന്നു വന്നത്? അതൊന്നും, നിങ്ങളുടെ ആ രീതിയൊന്നും കേരളത്തിൽ ചെലവാവില്ല എന്നാണ് വിനയ മനസ്സിൽ എനിക്ക് പറയാനുള്ളത്.